ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹോം ടൂർ ചെയ്യാൻ പോവാണ്. അല്ല ഗൈസ്, ഹോമുകളുടെ ടൂർ. അതെങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ ഇവിടെ മതിൽ കെട്ടിയിട്ട്. അപ്പോൾ തേച്ചിട്ടൊന്നുമില്ല, പിന്നെ നമ്മൾ ഗേറ്റൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഗേറ്റിന് പകരം അപ്പം മുള വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ വീടുകൾ കാണാം. ആയി ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ആദ്യത്തെ വീട്ടിലാണ്. അപ്പോൾ ഇതാണ് ഗൈസ്, ഞങ്ങൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു ഹാള്, ഒരു അടുക്കള, പിന്നെ ഒരു റൂം, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ താമസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് കാണിച്ചത് ഞങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആട്, പശു, കോഴി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളാണ് നമ്മളിതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലത്തെ വിശേഷങ്ങൾ അത്രയുള്ളൂ. നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകും. വരുന്നത് എൻ്റെ വീട്ടിലത്തെ പശുത്തൊഴുത്ത് വന്നിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ ഫ്രണ്ടിൽ പശുത്തൊഴുത്ത് വന്നാൽ അത് നല്ലതല്ല എന്നുള്ളത്. പക്ഷെ എൻ്റെ വീട്ടിൽ കോഴി കൂവൻ കായ്സ് അതൊക്കെ ഉണ്ടാവും, നിങ്ങൾ സഹിക്കുക. എൻ്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ ഡിസ്റ്റർബൻസും ഉണ്ട്. പക്ഷെ നിങ്ങളത് ക്ഷമിക്കുക, ഓക്കെ. അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ തൊട്ട് നിങ്ങൾ കുറച്ച് അപ്പോൾ പശുത്തൊഴുത്തുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായി ചാണകക്കുഴി ഇവിടെ ഉണ്ട്. ഗൈസ്, എൻ്റെ വീടെന്ന് പറയണത് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളിലേക്ക് പോകാൻ വരും. വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഡോറിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഈ ഡോറിന് ഒരു കഥയുണ്ട്. എന്നെ സംബന്ധിച്ചത് നമ്മുടെ തൊടിയത്തെ തേക്കുമരം മുറിച്ച് കൊത്തി ഉണ്ടാക്കിയ ഡോറാണ്. എൻ്റെ അമ്മൻ്റെ ഒറ്റ നിർബന്ധ പ്രകാരം ഉണ്ടായ ഒരു ഡോറാണ് കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞ അമ്മൻ്റെ അടുത്ത് ഇമ്മാതിരി ഡോറെന്ന് വേണ്ട, ഒരു സിമ്പിൾ ഡോറ് മതിയെന്ന്. പക്ഷേ ഇതിൽ ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ സാധനങ്ങളൊക്കെ ഫുള്ള് അമ്മൻ്റെ പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയാലോ? വായോ ക്യാമറമാൻ. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ വരുന്നത് ഒരു ഹാളാണ്. ഹാളിൽ കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം ഉണ്ട്, പിന്നെ സോഫ ഉണ്ട്, പിന്നെ ഇപ്പുറത്തൊരു സാധനം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലിവിടെ ഒരു സ്പെഷ്യൽ ഒരു കാര്യം കാണിച്ചു തരാൻ കേട്ടോ. അതാണ് എൻ്റെ ടി വി എന്ന് പറയുന്നത്. ഈ ടി വിക്ക് ഏകദേശം ഒരു 23ഓളം വയസ്സുണ്ട് ഈ ടി വിക്ക്. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് മാറ്റാണ്ടാണ് ഓർഡിനറി ഓർഡർ ചെയ്യുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു സ്പെഷ്യലാണ്. അതിന് ഇപ്പുറത്താണ് നമ്മൾ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സിമ്പിൾ, അതിന് ചെറിയൊരു പൂജാമുറിയാണ്. അതിൽ വിളക്കും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കർട്ടനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അതൊക്കെ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കയറിയിരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ ലീവിന് വന്ന സമയത്ത് അച്ഛന് ഒരു കുറച്ച് കാലമെങ്കിലും ഈ വീട്ടിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ താഴെ മാത്രം സെറ്റ് ചെയ്തിട്ട് കയറിയിരുന്നതാണ് കേട്ടോ. അപ്പം മേലെ ഇതേപോലെ 2 റൂം വരുന്നുണ്ട്, താഴെയും 2 റൂമാണ് വരുന്നത്. മേലത്തെ നമ്മൾ ബാത്റൂമും കാര്യങ്ങളും ഡോറ് സെറ്റും അങ്ങനത്തെ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ചുമ്മാ അവിടെ റൂം കെട്ടി വെച്ചിട്ടുള്ളതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി റൂമിലേക്ക് പോകാമായി. ഇതാണ് ഹാള് വരുന്നത്. അപ്പോൾ ഇതിൽ മേലെ കൂടെ പോയി കഴിഞ്ഞാൽ മേലെ 2 റൂമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴത്തെ റൂം നമുക്ക് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ റൂം ഗൈസ്. എൻ്റെ റൂം കുറച്ച് അലമ്പാണ്, എന്നാലും നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു സിമ്പിൾ റൂമാണ്, വലിയ ആഡംബര ജീവിതങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരുപാട് സൂം ചെയ്യണ്ട. ഓക്കെ ഗൈസ്, ക്യാമറമാൻ നല്ലോണം സൂം ചെയ്യണം ഇത് റൂം. അപ്പോൾ ചെറിയൊരു ഇവിടെ കട്ടനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഒരു ബെഡ്, പിന്നെ ഇവിടെ അലമാര ഇല്ല കേട്ടോ. അലമാര എനിക്കില്ല, അമ്മൻ്റെ റൂമിലാണ് അലമാര വരുന്നത്. ഇതെൻ്റെ സ്റ്റഡി ടേബിള്, പിന്നെ ഒരു ചെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് നമുക്ക് അമ്മൻ്റെ റൂമിലേക്ക് പോകാം. ഇതാണ് അമ്മയും അനിയനും കിടക്കുന്ന റൂം. അപ്പോൾ ഇവർ 2 പേരും ഈ റൂമിലാണ് കിടക്കുന്നത് കേട്ടോ. അനിയൻ അമ്മനെ വിട്ട് കിടക്കാറില്ല, അതുകൊണ്ട് അമ്മയും അനിയനും എപ്പോഴും ഒരുമിച്ച് കിടക്കേണ്ട. അച്ഛൻ വന്നാൽ അവനെ തട്ടും. അപ്പോൾ ഇവിടെ വന്നിട്ട് സെയിം സെറ്റപ്പ് തന്നെയാണ്. നമ്മളൊരു കട്ടിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ അനിയൻ ചെയ്തതാണ് കേട്ടോ. അവന് ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ അലമാര വരുന്നുണ്ട്, അതിലാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഈ റൂമിൽ വരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ മേലെ കാണിക്കുന്നില്ല. അപ്പോൾ മേലെ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ഓരോ റൂമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ടെറസും കാര്യങ്ങളൊക്കെ, അവിടെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. നമ്മൾ ഷെൽഫും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ അതൊക്കെ ഇനി വഴിയെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്കിനി കിച്ചൺ കാണാം. കിച്ചൺ എന്ന് പറയുന്നത് 2 സെക്ഷനായിട്ടാണ് വരുന്നത്. ഒന്ന് ഇവിടെ, ഒന്ന് അപ്പുറത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റൂമിൽ വരുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്ന കിച്ചൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫ്രിഡ്ജ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഫ്രിഡ്ജും നമ്മുടെ പഴയ വീട്ടിലുണ്ടാകുമ്പോൾ ഉള്ളായിരുന്ന ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതും ഓർഡറിൻ്റെ അത്ര ഓർഡർ ചെയ്തിട്ട് നമുക്ക് പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കാം എന്നുള്ളൊരു
സംഭവത്തിലാണ്. നമുക്ക് പഴയ സാധനങ്ങളൊക്കെ കളയാൻ കുറച്ച് മടിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ നേരെ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം ഗൈസ് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചത് ഗൈസ്, ഉപ്പിലിട്ട മാങ്ങ. അപ്പോൾ ശരി, നമുക്കങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ. അപ്പോൾ ഇവിടെയാണ് അമ്മ ചോറും കറിയൊക്കെ വെക്കുന്നത്. നമ്മൾ ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. വാഷ് ബേസിനും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് പുറത്തൊരു ചെറിയൊരു അടുക്കള വരുന്നുണ്ട്. അപ്പോൾ പുറത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ കൊച്ചു വീടെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബൈ.